ഈ വിശ്വാസം എന്നുള്ള പദം വളരെ സാർവത്രികമാണ്. വിശ്വാസമില്ലാത്ത ആരുമില്ല. ദൈവം ഉണ്ടെന്ന് പറയുന്നവർക്കും വിശ്വാസമുണ്ട്, ദൈവം ഇല്ല എന്ന് പറയുന്നവർക്കും വിശ്വാസമുണ്ട്. എല്ലാവരും ഒരു വിശ്വാസം കൊണ്ടാണ് ജീവിക്കുന്നത്. പിന്നെ സകല മതങ്ങൾക്കും വിശ്വാസമുണ്ട്. വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം അത് വളരെ കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും അതില്ല. കാരണം എല്ലാവർക്കും വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എന്താ അത്ഭുതം, എല്ലാവർക്കും വിശ്വാസമുണ്ട്. പൊതുവായി പറഞ്ഞാൽ സകല മതങ്ങൾക്കും ചേർന്നുള്ള ഒരു പൊതുവിശ്വാസം ഇങ്ങനെയാണ്: ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിലെ വിശ്വാസം എന്നാൽ എന്താണ്? പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ, പ്രോസ്പെറിറ്റി. കുറഞ്ഞ പക്ഷേ ഈ 3 പാദങ്ങളിലെങ്കിലും ഇതിനെ കാണിക്കാം. ഗോഡ് മീൻസ് ടു മീ, ദൈവം എനിക്ക് അർത്ഥമാകുന്നത് എവിടെയാണ്? എൻ്റെ വിശ്വാസം അർത്ഥമാകുന്നത് എവിടെയാണ്? സാധാരണ മനുഷ്യർ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവം ജീവിതത്തിൽ നൽകുന്ന പുരോഗതി. അതിനെ അല്പം കൂടെ വിപുലീകരിച്ച് വിശ്വാസത്തെക്കുറിച്ച് പറയാൻ കഴിയും. എല്ലാവർക്കും ദൈവം എന്ന് പറഞ്ഞാൽ എന്നാ? ഇതൊക്കെയാണ് അതിൻ്റെ ആത്യന്തികമായിട്ട് ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്നത്. ദൈവം നടത്തും, സമയത്ത് ദൈവം ഒരു വഴി തുറക്കും. ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. ഞാൻ പറയുന്ന ഈ വാക്കുകൾക്ക് നമ്മൾ വിചാരിക്കുന്നിടത്തോളം ആത്മീയ പ്രസക്തിയില്ല. കാരണം ഇതെല്ലാവരും പൊതുവിൽ ഇങ്ങനെ പറയാം, ജനകീയ വിശ്വാസം എന്ന് പറയാം ഇതിന്. പോപ്പുലർ ഫെയ്ത്ത്, സർവ്വസാധാരണമായിരിക്കുന്ന വിശ്വാസം. അപ്പം അങ്ങനെ വിശ്വാസമുണ്ടെന്ന് നാം ധരിച്ചുകൂടാ. പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫെയ്ത്ത്, ഈ ജനകീയ വിശ്വാസം വളരെ വിശാലമായിട്ട് വിസ്തൃതമായി വിശ്വസിക്കുന്നു. അല്ലെ, വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് പോലും അവരോട് വിശ്വാസം ചോദിച്ചാൽ അവർ പറയുന്ന വിശ്വാസം എന്താ? വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ, ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്ന നിലയിൽ കൂടുന്നവർ, അവരോടാണെങ്കിലും ചോദിച്ചാൽ എന്താ വിശ്വാസം എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നു? വാട്ട്സ് എ ഫെയ്ത്ത്? സാധാരണ ആളുകൾ പറയാറുള്ള കാര്യം ഒന്നിലവരുടെ അനുഭവമായിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വേഗം ആളുകൾ പറയുന്നത് എന്താണ്? വിശ്വാസോ? അവരുടെ സാക്ഷ്യം, അവർക്കുണ്ടായ ഒരു ആക്സിഡന്റ് ഉണ്ടായ അത്ഭുത വിടുതൽ, ഡോക്ടേഴ്സ് പരാജയപ്പെട്ടപ്പോൾ കിട്ടിയ അത്ഭുത സഖ്യം, ഇത് അനേകരുടെ സാക്ഷ്യമല്ലേ? അവരുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യമല്ലേ? എല്ലാം പരാജയപ്പെട്ട ജീവിതത്തിലൊരു വഴിയില്ലാതെ, ഒരു സാധ്യതയും ജീവിതത്തിലായപ്പോൾ ആൾക്ക് ലഭിച്ച ജീവിത വിജയം അതൊരു സാക്ഷ്യമാണ്. അത് വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്. അവരെ സമയത്തോളം വിശ്വസിക്കുന്ന പറയുന്ന വിശ്വാസ സമൂഹം എന്ന് പറയുന്നവരുടെ സാക്ഷ്യത്തിൽ നാം സാധാരണ എങ്ങനെയാണ് കാണുന്നത്? ഇനി അങ്ങൊരു സാക്ഷ്യം, ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനില്ലാത്തവരെ സമയത്തോളം പൊതുവിൽ എന്താ പറയുന്നത്? ദൈവത്തിലുള്ള വിശ്വാസമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നു, കർത്താവല്ലേ എല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു, ദൈവമല്ലേ ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടില്ലേ നരയ്ക്കുവോളം ചുമക്കാമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന പദ്ധതികൾ നാശത്തിൻ്റെ പദ്ധതികളല്ല. പിന്നെ അയ്യോ, അത് സാധാരണ കൺവെൻഷൻ പന്തുകളിലെല്ലാം കേൾക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി വലിയ പദ്ധതികളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരു സാർവത്രിക വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ലെറ്റ്സ് കം ടു ദ ബൈബിൾ. വിശുദ്ധ വചനത്തിലേക്ക് വരുമ്പോൾ, തിരുവഴുത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസം എന്നുള്ളത് അത്ര സാർവത്രികമല്ല കേട്ടോ. ആരോട് ചോദിച്ചാലും പറയുന്ന വിശ്വാസം ഇവിടെ പറഞ്ഞ വിശ്വാസമായിട്ട് ഒത്തു നോക്കുമ്പം there's a difference, ഒരു വ്യത്യാസമുണ്ട്. വിശുദ്ധ ബൈബിളിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ 2 നിലയിൽ അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തെ പ്രതിപാദിപ്പിക്കുന്നു. ഒന്ന്,
ദി ആക്ട് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ആക്ട് ഓഫ് ഫെയ്ത്ത്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ എന്ന് പറയുന്നിടത്ത് എല്ലാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. വിശ്വാസത്തെ ഒരു വെർബൽ, ഒരു ക്രിയാരൂപമായിട്ട് നാം വചനത്തിൽ കാണുന്നു. ക്രിയാരൂപമായിട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ, ആ വിശ്വസിക്കുകയും എന്ന് പറയുന്ന ഒരു ആക്റ്റാണ്, ഒരു ക്രിയാരൂപമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുക. അതൊരു ക്രിയാരൂപമാണ്. തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ദാറ്റ്സ് എ വെർബൽ ഫോം, ഒരു ക്രിയാരൂപമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, അതൊരു ക്രിയാരൂപമാണ്. നമുക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ വരുന്ന ഈ ഒരു ക്രിയാരൂപമാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ. എന്നാൽ വിശ്വാസത്തിന് കുറച്ചുകൂടി അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു തലമുണ്ട്. ആ തലം ഒരു നൗൺ ഫോമിലാണ്, ഒരു നാമരൂപത്തിലാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം, അത് ക്രിയാരൂപമല്ല, ഒരു നാമരൂപമാണ്. ദ ഫെയ്ത്ത് which is once for all delivered to the saints, അത് നാമരൂപമാണ്. ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ വിശ്വാസത്തിൻ്റെ മർമ്മം നല്ല മനസ്സാക്ഷിയിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം. ശുശ്രൂഷകന്മാരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ദ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ മർമ്മം. അത് ആക്ഷൻ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു നാമരൂപമാണ്. ഒരാളെ പേര് വിളിക്കത്തില്ലേ? ക്രേസി, മോൻസി എന്നൊക്കെ വിളിച്ചാൽ ദാറ്റ്സ് എ നെയിം. ബിഹൈൻഡ് ദ നെയിം ദർ ഇസ് എ പേഴ്സൺ. ആ പേരിൻ്റെ പിൻപിൽ ഒരു വ്യക്തിയാണ് കാണുന്നത്. സോ ഫെയ്ത്ത് ഇസ് എ നൗൺ. വിശ്വാസം ഒരു നാമരൂപം എന്നുള്ള നിലയിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് സംതിങ്. അതൊരു കാര്യത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഉള്ള വസ്തുതയെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ there is something behind it. The Bible speaks about it. വിശുദ്ധ ബൈബിൾ, തിരുവചനം അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം അതിൻ്റെ പിമ്പിലുണ്ട്. വിശ്വാസം 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 ഒരുപാട് പറഞ്ഞാൽ വിശ്വാസമാകത്തില്ല. ഇത്തിരി വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചാൽ വിശ്വാസമാകുന്നില്ല. It's a word with real density. അല്ല, ഘനമുള്ളൊരു വാക്കായി വിശ്വാസം എന്ന് പറയുന്നത്. It means really something very vital about God and His work. ദൈവത്തിൻ്റെ പ്രവൃത്തിയും തമ്മിൽ അത്യന്തം പ്രാധാന്യമേറിയിരിക്കുന്ന, സമ്പുഷ്ടമായിരിക്കുന്ന, ശക്തിയേറിയിരിക്കുന്ന ഒരു വാക്കാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിശ്വാസത്തിന്റെ നാമരൂപം എന്ന് പറഞ്ഞപ്പോൾ സാധാരണ അധികം ഇടത്തും വിശ്വാസത്തെ ഒരു നൗണായിട്ട്, ഒരു നാമമായിട്ട് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്താണ് അധികവും പറഞ്ഞിരിക്കുന്നത്. ദി ഫെയ്ത്ത്, ശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം. മലയാളത്തിൽ ഈ ദി എന്നുള്ളതിനൊരു പകരം പദമില്ല. അതായത് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് പേർക്കും വിശ്വാസമുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് പലരും പറയുന്നുണ്ട്. നോ 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 ദി ഫെയ്ത്ത്, വിശുദ്ധ ബൈബിൾ പറയുന്ന ആ നിർദ്ദിഷ്ടമായിരിക്കുന്ന വിശ്വാസം. ദി ഫെയ്ത്ത്, സാക്ഷാലുള്ള വിശ്വാസം, യഥാർത്ഥത്തിലുള്ള വിശ്വാസം, സത്യത്തിലുള്ള വിശ്വാസം. ദാറ്റ് ഈസ് ദി ഫെയ്ത്ത്. ഞാൻ നല്ല പോർവരുതു വിശ്വാസം. അത് മലയാളത്തിൽ പറയുമ്പോഴും വിശ്വാസം എല്ലാവരും പറയുന്നില്ല. എവിടെ മരണമുണ്ടോ അവിടെ എല്ലാം ഉള്ള വാക്യം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ. ഇറ്റ്സ് അൺട്രൂ. അത് സത്യമല്ലത്. I have
kept the faith. ദൈവം അമൂല്യമായി എനിക്ക് തന്ന, എന്നെ ഭരമേൽപ്പിച്ച, എൻ്റെ ജീവിതത്തിന് ആധാരമായി തീർന്ന, എൻ്റെ ജീവിതത്തിന് അടിസ്ഥാനമായി തീർന്ന that faith which God gave, ദൈവം നൽകിയ ആ വിശ്വാസം ഞാൻ കാത്തെന്നായി പറയുന്നു. അല്ല ഏതാണ്ടൊരു വിശ്വാസം, സമൂഹ വിശ്വാസം, പൊതുവിശ്വാസം, സാർവത്രിക വിശ്വാസം, ദൈവം നടത്തും, ദൈവം സഹായിക്കും. No. The faith, അത് കാത്തെന്നായി പറയുന്നു. So faith is a very defined, definitive word. വളരെ കൃത്യതയുള്ള, നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന പദം. അപ്പൊ എന്താ ഈ വിശ്വാസം? ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം വിശ്വാസം പറയുന്നത്. വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്, അല്ലെ ഒരുപാട് അങ്ങ് വിശദീകരിച്ച് പറയാനുണ്ട്. അങ്ങനെയല്ല വിശുദ്ധ തിരുവെഴുത്തുകളിൽ വിശ്വാസം, ദി ഫെയ്ത്ത് എന്നുള്ളതിനെ നാം കാണും. വിശുദ്ധ തിരുവെഴുത്തുകളിൽ ദി ഫെയ്ത്ത്, സാക്ഷാൽ വിശ്വാസം, സത്യത്തിൽ വിശ്വാസം, യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് ദൈവികമായിരിക്കുന്ന, മഹത്വമേറിയിരിക്കുന്ന ഒരു കാര്യം ഉൾക്കൊള്ളുന്നതാണ്. ആ വിശ്വാസത്തെ ആധാരമാക്കി ജീവിക്കുവാനാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതാണ് യൂദാ പറഞ്ഞിരിക്കുന്നത്, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവെന്ന് പറയുന്നതേ അവ്യക്തതയുടെ ഒരു വാക്കാണ്. ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളെ തന്നെ കെട്ടിപ്പടുത്തുകൊണ്ടും, ബിൽഡിങ് യു അപ്പ്. വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി, അതിവിശുദ്ധ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി ബിൽഡ് യു അപ്പ്, നിങ്ങളെ പണിതെടുക്കുക. ആ അതിവിശുദ്ധ വിശ്വാസമാണ് നിങ്ങൾക്ക് മാർഗദർശനം തരേണ്ടത്. ആ അതിവിശുദ്ധ വിശ്വാസമാണ് നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതത്തിന്റെ വ്യക്തത തരേണ്ടത്. എന്താണ് ഈ അതിവിശുദ്ധ വിശ്വാസം? ഈ വിശ്വാസത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് നമ്മളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയച്ച മഹത്തായിരിക്കുന്ന യാഥാർത്ഥ്യം. Christ, God's Son, His person and His redemptive work. ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു, അവൻ ആരാണ്? Who is He? God's Son. God became. God was manifest in the flesh. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. Both God and man together. ദൈവവും മനുഷ്യനും ഒരുമിച്ച്. പാപം അറിയാത്തവൻ പാപമാക്കപ്പെട്ടു. യേശു ക്രിസ്തു വിശ്വാസത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് യേശു ക്രിസ്തു എന്ന ആളർത്ഥം. ഒന്ന്. രണ്ട്, അവൻ മുഖാന്തരം നിവർത്തിക്കപ്പെട്ട വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി, ദ വർക്ക് ഓഫ് റിഡംഷൻ. അവനിൽ നിവർത്തിക്കപ്പെട്ട വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി, ദ പേഴ്സൺ ആൻഡ് വർക്ക് ഓഫ് റിഡംഷൻ. പ്ലസ് ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിൽ വിളിക്കപ്പെട്ടവർക്കുള്ള അവകാശം, ദ ഇൻഹെറിറ്റൻസ് ഇൻ ദ ഫിനിഷ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ നിവർത്തിക്കപ്പെട്ട ആ പ്രവൃത്തിയിലുള്ള നിത്യ അവകാശം. അത് സ്വായത്തമാക്കുന്ന വിശ്വാസത്തിന്റെ മാർഗം. ഈ കാര്യങ്ങൾ ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് ദ ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നത്. അല്ല, നമുക്ക് എങ്ങനെ പറയാം? ദ ഫെയ്ത്ത് ഈസ് എ ബോഡി ഓഫ് നോളജ്, ദ ബോഡി ഓഫ് ട്രൂത്ത് concerning the person Jesus Christ, His redemptive work and His bequeathing of His redemptive benefits and the appropriation of that redemptive benefit. വിശ്വാസം എന്നുള്ളത് സത്യത്തിൻ്റെ സംഹിതയാണ്. ആ സത്യത്തിൻ്റെ സംഹിത എന്താണ്? യേശുക്രിസ്തു, അവൻ്റെ ആളത്വം, വീണ്ടെടുപ്പിൽ അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി,
അതിൽ നമുക്കുള്ള പങ്കാളിത്തം, അത് സ്വായത്തമാക്കുന്ന മാർഗം. ഇതാണ് ഫെയ്ത്ത്, ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇവിടേക്ക് വരാതെ ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വി ആർ വിത്തൗട്ട് ക്ലാരിറ്റി ഓഫ് ലൈഫ്. നമുക്ക് വ്യക്തതയില്ല, നമുക്ക് ജീവിതത്തിൽ ദിശാബോധമില്ല. അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെയും, ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെയും. വി ആർ നോവേർ. നാം ഒരിടത്തുമല്ല. ലൗകികർ എവിടെയോ ആണ്. ലൗകികർക്ക് ലോകത്തിൽ ഒരു ക്ലിയർ അഡ്രസ് ഉണ്ട്, എവിടെയുമാണ്. വിശ്വാസികൾ എന്ന് പറയുന്നവരെ സംബന്ധിച്ചോളം ക്ലിയർ ആയിട്ടൊരു അഡ്രസ് ഇല്ല. അവിടെയാണോ അല്ല, ഇവിടെയാണോ അല്ല. വൈ? വി ആർ നോട്ട് ബീങ് ബിൽറ്റ് അപ്പ് ഓൺ ദ ഫെയ്ത്ത് that is once for all delivered for the saints. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടണം. You should know what you believe. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ് നിങ്ങൾ അറിയണം. ആ അറിവിലാൽ നിങ്ങളുടെ ജീവിതം നിർണയിക്കപ്പെടണം. ആ അറിവിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ അഭിമുഖീകരിക്കണം. ആ അറിവിൽ യേശുക്രിസ്തു മുഖാന്തരം നൽകിയിരിക്കുന്ന മഹത്വമേറിയിരിക്കുന്ന പ്രത്യാശയിൽ നമ്മുടെ ജീവിതം വളരണം. Faith to be founded on faith. ഈ വിശ്വാസത്തിൽ ആധാരമായി പണിയപ്പെടുക. എഫെസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 4 വാക്യങ്ങൾ വായിച്ചാലും മതി. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്. ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ച പോലെ. എത്ര പ്രത്യാശയുണ്ട്? വിളിക്കപ്പെട്ടവർക്ക് എത്ര പ്രത്യാശയുണ്ട്? ഏക പ്രത്യാശ. പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രത്യാശ, ബ്രദറുകാർക്ക് വേറൊരു പ്രത്യാശ, ബാപ്റ്റിസ്റ്റുകാർക്ക് വേറൊരു പ്രത്യാശ. എത്ര പ്രത്യാശയുണ്ട് പറഞ്ഞേ? വൺ ഹോപ്പ്. ഏക പ്രത്യാശ. 2 വായിക്കാം. ശരീരം ഒന്ന്. വൺ ബോഡി. ഒരു ശരീരം. ആത്മാവ് ഒന്ന്. വൺ സ്പിരിറ്റ്. ഒറ്റ ആത്മാവ്, ഒരു ആത്മാവ്. Yes. കർത്താവ് ഒരുവൻ. There is only one Lord. ഒരു കർത്താവ്. വിശ്വാസം ഒന്ന്. There is only one faith. ഒരു വിശ്വാസം. One faith. ആകെ ഒരു വിശ്വാസമേ ഉള്ളൂ. എവിടെ? ഈ പുസ്തകത്തിനകത്ത് ഒരു വിശ്വാസമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വിശ്വാസങ്ങളുമായിട്ടൊക്കെ നടക്കുക. അപ്പം നമുക്കൊന്ന് ബോധ്യമുണ്ടാകേണ്ട കാര്യമല്ലേ? ഞാൻ ഈ വിശ്വാസം ഇങ്ങനെ പിടിച്ചിരിക്കുക, വിശ്വാസം വേണ്ടി പിടിച്ചു എന്ന് ചിലർ പറയും, വിശ്വാസത്തിൽ മരിച്ചു എന്ന് പറയും. വിശ്വാസത്തിന് വേണ്ടി പലരും പിരിഞ്ഞു പോകുന്നു, വിശ്വാസത്തിന് വേണ്ടി പലരും പോരടിക്കുന്നു. നാം തിരുവചനത്തിൽ വായിക്കുന്ന there is only one faith. ഒരു വിശ്വാസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള വിശ്വാസം ഇവിടേക്ക് കൊണ്ടുവരണം. ഈ പറഞ്ഞിടത്താണോ നമ്മുടെ വിശ്വാസം? അതോ സഭയിൽ പഠിച്ച വിശ്വാസമാണോ? കൊച്ചിലോട്ട് കേട്ടു വന്ന വിശ്വാസമാണോ? എൻ്റെ സ്വന്തം ചിന്തയിൽ വന്ന വിശ്വാസമാണോ? വിശ്വാസം എന്നുള്ളൊരു തോന്നൽ, ഞാൻ വിശ്വാസം വിചാരിക്കുന്നതാണോ? വാട്ട് ഈസ് എ ഫെയ്ത്ത് ഐ ഹോൾഡ്? ഞാൻ പിടിച്ചിരിക്കുന്ന വിശ്വാസം എന്താണ്? ഞാൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം എന്താണ്? ഞാൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന വിശ്വാസം എന്താണ്? എൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന വിശ്വാസം എന്താണ്? പലരും വിചാരിക്കുന്നതേ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവിനെയൊക്കെ സ്നേഹിച്ച് പോയാൽ മതി, അങ്ങനെ പോയാൽ മതി. പീപ്പിൾ ഹാവ് എ weak way of understanding things. കാര്യങ്ങൾ ഇങ്ങനെ അവ്യക്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി എങ്ങനെയുമൊക്കെ പോയി ഒടുവിൽ വരുന്നുണ്ടേ. നോ 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 നോ. This is very clear. The fact that Jesus, God's Son, came. ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നുള്ളത് സത്യമാണ്. അതൊരു കഥയല്ല. മനുഷ്യജടത്തിൽ അവതരിച്ച് മനുഷ്യനെ തന്റെ പ്രകൃതത്തിൽ ചുമന്ന് മനുഷ്യവർഗത്തിന്റെ പാപമായിട്ട് കാൽവറിയിൽ കയറി എന്നുള്ളത് കഥയല്ല, ട്രൂ ആണ്. God raised him. ദൈവനെ ഉയർപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അവന്റെ രക്തം ചീന്തി പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ള സത്യമാണ്. പാപക്ഷമയും നീതീകരണവും സത്യമാണ്. ദൈവം വിളിച്ചു എന്നുള്ളത് സത്യമാണ്. കർത്താവിനി വരുമെന്നുള്ളത് സത്യമാണ്. തന്റെ സഭ ഒരുക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. ആർ യു ദേർ? വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങൾ അവിടെയാണ്. നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്?
അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. അതല്ല വിശ്വാസം. There is only one faith. Make sure your faith correspond to the faith of the scriptures. തിരുവചനത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നതിനോട് സംയോജിപ്പിച്ചു വരണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ക്രിസ്തീയത എന്താണെന്നൊരു ഗ്രാഹ്യം, ഒരു വ്യക്തത കിട്ടത്തുള്ളൂ. ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, രക്ഷിക്കപ്പെട്ട ശേഷം വർഷങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് വളരെ വളരെ താല്പര്യമുള്ളൊരു കാര്യമുണ്ട്. ഭയങ്കര താല്പര്യം എന്ന് മാത്രമല്ല, ഐ എം വെരി ഡിലൈറ്റഡ്. ഈ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുള്ളൊരു തോന്നിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ടു ഫൈൻഡ് വൺ ഓർ ടു, ഒരാളെയോ രണ്ടാളെയോ തങ്ങൾ തുടങ്ങിയതിനേക്കാളും തങ്ങളുടെ ആത്മജീവിതം മെച്ചമായി 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 പോകുന്നു. മൈ ജോയ് ഈസ് മോർ. എൻ്റെ സന്തോഷം കൂടുതലാണിന്ന്. മൈ ഹോപ്പ് ഈസ് മോർ. എൻ്റെ പ്രത്യാശ ഇന്ന് കൂടുതലാണ്. എൻ്റെ വിശ്വാസം അന്നത്തെക്കാളും ഇപ്പോൾ കൂടുതലാണ്. മൈ പാഷൻ, എൻ്റെ ഉള്ളിലെ തീഷ്ണത അന്നത്തെക്കാളും ഇപ്പോൾ കൂടുതലാണ്. God has changed my heart. എൻ്റെ ഹൃദയത്തെ ദൈവം വ്യത്യാസപ്പെടുത്തി. അന്നത്തെക്കാളും എൻ്റെ ഹൃദയം പുതുക്കപ്പെട്ടിരിക്കുന്നു, വിശാലമായിരിക്കുന്നു. How many? എത്ര പേരെ അങ്ങനെ കാണാനുള്ളത്? ഈ ചോദ്യം നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ലായിരിക്കും. ആദ്യം അഭിമുഖീകരിക്കേണ്ടത് നിങ്ങളോട് തന്നെയാണ്. Where am I today from the day I began? ഞാൻ തുടങ്ങിയിടത്തുനിന്നും ഞാൻ ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നു? ഞാൻ അറിഞ്ഞും കണ്ടും വരുന്നവരുടെ നടുക്ക് എത്ര പേരുണ്ട്? They have really gone in the way of the Lord. കർത്താവിൻ്റെ മാർഗത്തിൽ ഒരു വാസ്തവത്തിൽ മുമ്പോട്ട് പോയിരിക്കുന്നു. God has changed their lives. അവരുടെ കുടുംബജീവിതത്തെ മാറ്റിയിരിക്കുന്നു, അവരുടെ ജീവിതത്തെ മാറ്റിയിരിക്കുന്നു, അവരുടെ പ്രായോഗിക തലങ്ങളെ മാറ്റിയിരിക്കുന്നു. There is something special about them when you talk to them. അവരുടെ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ വാക്കുകളിൽ വിവേകമുണ്ട്. അവരുടെ സാന്നിധ്യം കൂടുതൽ ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. It's not that the call. അതല്ലേ നിങ്ങളുടെ വിളി? അതല്ലേ വിളി? അത് സംഭവിക്കുന്നില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വലിയ പ്രശ്നമുണ്ടെന്നാണത് കാണിക്കുന്നത്. എന്താ പ്രശ്നം? നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, എന്നാൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വൺ ഫെയ്ത്ത്, ആ ഒരു വിശ്വാസത്തിലേക്ക് ക്രിസ്തുവെന്ന ആളത്വം, ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി സംബന്ധിച്ചുള്ള പരിജ്ഞാനം, അതിൽ അടിസ്ഥാനപ്പെട്ട് കെട്ടിപ്പടുക്കപ്പെടേണ്ട ഒരു ജീവിതത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു പൊതുവിശ്വാസത്തിൻ്റെ ചുറ്റും ജീവിക്കുകയാണ്. വ്യക്തതയില്ല. ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എൻ്റെ ഹൃദയത്തെ സ്പർശിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ സന്തോഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ കരയേണ്ട കാര്യങ്ങൾ എന്താണ്? എൻ്റെ സമയം ചെലവഴിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പണം ചെലവഴിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ജീവിതം എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടത്? എൻ്റെ സ്വപ്നങ്ങൾ എന്തായിരിക്കണം? എൻ്റെ അഭിലാഷങ്ങൾ എന്തായിരിക്കണം? എൻ്റെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം? എവ്രിതിങ് ഈസ് ഡിഫൈൻഡ് ബൈ ദ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്താൽ ഇതെല്ലാം നിർണ്ണയിക്കപ്പെടുകയാണ്. ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവം തരുന്നൊരവസരമാണ്. ഇഫ് യു നീഡ് ടു റീതിങ്ക് അബൌട്ട് വാട്ട് യു ബിലീവ്, നിങ്ങൾ വിശ്വസിച്ച് പോരുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും കം ബാക്ക് ടു ദ സ്ക്രിപ്ചേഴ്സ് ടു സേ, തിരുവഴുത്തിലേക്ക് വന്ന ശേഷം നിങ്ങളുടെ വിളിയിൽ ദൈവം നിങ്ങളെ ആക്കി അടിസ്ഥാനപ്പെടുത്തി പണിയപ്പെടുവാൻ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തുറവി കാഴ്ച യേശു ക്രിസ്തുവിനോട് ചേർന്ന് വന്നിട്ട് അത് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് കൊരിന്ത്യരുടെ 2-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പൗലോസ് അവരോട് ചോദിക്കുന്നത്. 13-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ.
അതെന്നാ ഒരു ചോദ്യമാണ്. വർഷം എത്രയായി ഞങ്ങൾ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്, വിശ്വാസത്തിലാണോ എന്ന് ഇപ്പോഴാണോ ചോദിക്കുക? വല്ലതും രക്ഷിക്കപ്പെടാത്തവരോടൊക്കെ അത് ചോദിക്കുക, അല്ലെ പലപ്പോഴും വന്നു പോകുന്നവരോട് ഒന്ന് ചോദിക്കുക. ഞങ്ങൾ സ്ഥിരം എവിടെയുണ്ട്? സ്ഥിരമുണ്ട്. സ്ഥിരമുണ്ടെന്ന് മാത്രമാണ്. ഇവിടെ എന്തെല്ലാം ഉത്തരവാദിത്തം ഞങ്ങൾ എടുക്കുന്നതെന്നറിയാമോ? പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ഉണ്ട്, പാട്ടിൽ ഞങ്ങളുണ്ട്, ശുശ്രൂഷയിലുണ്ട്, കൂട്ടായ്മകളിലുണ്ട്. ഞങ്ങളില്ലാത്ത കാര്യങ്ങളില്ല. ഇവിടെ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? വിശ്വാസത്തിലാണോ ചോദിക്കുക? ഇതെല്ലാം കഴിഞ്ഞ് ചോദിക്കുക. അത് ഞങ്ങളോട് വേണ്ട. അങ്ങനെ തോന്നുന്നുണ്ടോ? അത് ഞങ്ങളോട് വേണ്ട. അത് വേറെ വല്ലവരോടൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ കൊരിന്ത്യ സഭ സ്ഥാപിച്ചതാരാണെന്നറിയാം? കൊരിന്ത്യ സഭ ഫൗണ്ട് ചെയ്തത് പൗലോസാണ്. അപ്പൊ പൗലോസിന്റെ വിശ്വാസത്തിൻ്റെ അത്യന്തം വ്യക്തമായിരിക്കുന്ന, മഹത്വമേറിയിരിക്കുന്ന പഠനങ്ങൾ കിട്ടിയവരാണ് കൊരിന്ത്യ സഭ. പൗലോസ് മാത്രമല്ല, അതിന് ശേഷം വായിക്കുന്നുണ്ട്, പൗലോസ് നട്ടു, പിന്നെ അപ്പലോസ് നനച്ചു. അപ്പോൾ ഈ അപ്പലോസ് എന്ന് പറയുന്നത് ചെറിയ ആളല്ലായിരുന്നു കേട്ടോ. ഭയങ്കര വാക്വൈഭവമുള്ള സ്കോളർ, വലിയ പണ്ഡിതനായിരുന്നു അപ്പലോസ്. അപ്പലോസ് അവിടെ ശുശ്രൂഷിച്ചു. പിന്നെ ഈ കേഫാവിൻ്റെ പക്ഷക്കാരവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം പിത്താറും പത്രോസും അതുവഴിയൊന്ന് വന്നിട്ടുണ്ട്. ആ പ്രാവശ്യത്തെ പത്രോസിൻ്റെ ശുശ്രൂഷയോടുകൂടി ഒരു കൂട്ടർ തോന്നുന്നു ശരിക്കുള്ള അപ്പോസ്തലൻ ഇതാണെന്ന് തോന്നി. ആ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ആത്മീയം പഠിച്ച് വരിക വർഷങ്ങൾ കൊണ്ട്. പൗലോസിനെ പഠിച്ചു, അപ്പലോസിനെ പഠിച്ചു, കേഫാവിനെ പഠിച്ചപ്പോൾ ഒരു കൂട്ടർ തോന്നി പൗലോസ് കൊള്ളാം, എന്നാലും അപ്പലോസിൻ്റെ അത്രയും പറ്റുന്നില്ല. അപ്പോൾ ഒരു കൂട്ടര് പിന്നെ എപ്പോഴും അപ്പലോസുമായിട്ടാണ് എഴുത്തും ഇടപാടും ഒക്കെ. എന്നാ കർത്താവിൻ്റെ ദാസൻ ഇവിടോട്ടൊന്ന് വരുന്നു. അങ്ങനെയാണ് കേഫാവ് വന്നപ്പോൾ കേഫാവിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പുള്ളി കൂട്ടത്തിലേക്കും പ്രമുഖനാണെന്നൊക്കെ മനസ്സിലായി. ആ ഒരു അഡ്രസ്സോടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരുന്നു, അപ്പീലിംഗ് ആയിരുന്നു. കേഫാവിൻ്റെ കാര്യം, കേഫാവിനാണ് പൗലോസിനേക്കാൾ ഒത്തിരി സാക്ഷ്യം പറയാനുള്ളത് കേട്ടോ. പൗലോസ് പറഞ്ഞാൽ എവിടെ വരെ പറയും? യേശുവിനെ നേരിട്ട് കണ്ടു, ദർശനത്തിൽ കണ്ടതല്ലേ ഉള്ളൂ. പത്രോസ് കൂടെ നടന്നാൾ. ഇയാൾക്ക് അതിലും അപ്പുറത്തെ പ്രതീക്ഷയുണ്ട്. സോ ദെയർ ഫെയ്ത്ത് ഈസ് ബീങ് ഇൻഫ്ലുവൻസ്ഡ്. അവരുടെ വിശ്വാസം പല രീതിയിൽ സ്വാധീനിക്കപ്പെടുകയാണ്. കൊരിന്ത്യ ലേഖനം തുടങ്ങുമ്പോൾ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായി വന്നതുപോലെ, ദ ടെസ്റ്റിമണി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച സത്യത്തിൻ്റെ ആത്മാവിൻ്റെ സാക്ഷ്യം എന്നാണ്. അവർ വളരെ വ്യക്തതയെ തുടങ്ങിയവരാണ്. പക്ഷെ ശുശ്രൂഷ ഒരുപാട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉള്ള വ്യക്തത പോവുക ചെയ്തു. കൂട്ടായ്മ ഒരുപാട് കൂടി കഴിയുമ്പോൾ ഒരുപാട് പേരുടെ വ്യക്തത കുറയുന്ന കാണുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂടി കുറെ കഴിയുന്നുണ്ടേ. The more they are in the things, the less they are in the real things. കാര്യങ്ങളുമായിട്ട് കൂടുന്തോറും അവരുടെ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. They are missing instead of adding. കൂടി വരുന്നതിനേക്കാളും കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൂട്ടായ്മ കൂടുന്തോറും, പ്രാർത്ഥന കൂടുന്തോറും, വചന ശുശ്രൂഷ കേൾക്കുന്തോറും, കൺവെൻഷന് പോകുന്തോറും, കൂടിവരകളിലൊക്കെ സംബന്ധിക്കും തോറും, അവിടുന്ന് വീടുന്നും ഒക്കെ പോകുന്തോറും വാട്ട്സ് ഹാപ്പനിങ്? അവിടെ കുറച്ചുകൂടെ നല്ല, ഇവിടെ കുറച്ചുകൂടെ, ബട്ട് വേർ ആർ യു? അപ്പോ കൊരിന്ത്യർക്ക് സംഭവിച്ച കാര്യം അവരറിയാതെ ഇളക്കം സംഭവിക്കുകയാണ്. യേശുക്രിസ്തുവിലേക്ക് വരിക വഴി സ്ഥായിയായി ജീവിതത്തിൽ വരേണ്ട രൂപാന്തരം, മനസ്സിൻ്റെ നവീകരണം, ജീവിതത്തിൻ്റെ വ്യക്തമായിരിക്കുന്ന ബോധം, സ്വഭാവത്തിൽ വരേണ്ട രൂപാന്തരം, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കടന്നു വരേണ്ട ദൈവീയ സ്വഭാവം, വിശുദ്ധി, നൈർമല്യം, ജീവിതത്തിന് അർത്ഥവത്തായിരിക്കുന്ന പ്രത്യാശ, ജീവിതത്തിന്റെ ദിശാബോധം, ഇതൊക്കെ ഒരുപാടങ്ങ് പോയി. പ്രാർത്ഥന കൂടുമ്പോൾ ആർക്കും ചെവി പോലും കേൾക്കാൻ വയ്യ. ചെവി പൊട്ടിക്കുന്ന ആത്മാവാണ്. അവർ പറയുന്നത് ഇതാ മുഴുവനെന്നാ. പൗലോസ് പറഞ്ഞു, ഞാനും അന്വേഷണം പറയുന്ന ആളാ കേട്ടോ, പക്ഷെ നിങ്ങൾ കേൾക്കത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരാളാണ്. വ്യാഖ്യാനയില്ലെങ്കിൽ പ്രത്യേകം ഇത്രയും ഒച്ച വെക്കരുത്. അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ നിരത്ത് കാണാം. ആത്മീയതയുടെ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ചെന്നാൽ കാണാറുള്ളത്. കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിലപ്പെട്ട കാര്യങ്ങൾ,
തൽസ്ഥാനത്ത് തിരുവചനത്തിൽ പ്രാമുഖ്യം കൂടിയ കാര്യങ്ങളും ദ്വിതീയ കാര്യങ്ങളും നമുക്ക് ധാരാളം കാണുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ഒരു ഓർഡർ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എല്ലാം തലതിരിഞ്ഞു പോകും. സമയം മുമ്പോട്ട് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ പൗലോസിനെയും കാര്യങ്ങൾ കുറെ കാലം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ പൗലോസ് വലിയൊരു പ്രാസംഗികനല്ലായിരുന്നു. കൊരിന്ത്യ സഭയിൽ പ്രസംഗിക്കാൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. സമയം കൊണ്ട് ചില നല്ല മിടുക്കന്മാർ പ്രാസംഗികരായി. അപ്പം അവർക്ക് തോന്നി തുടങ്ങി പൗലോസിനേക്കാളും നല്ല ഭംഗിയായിട്ട് പ്രസംഗിക്കും. ഈ ഒരുപാട് കാര്യങ്ങളിലും പ്രത്യക്ഷത്തിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അഭക്തരെ സമയത്തോളം പുറമേ കാണാനേ അറിയത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞുള്ള പൗലോസിൻ്റെ അധികാരവും അപ്പസ്തോലത്വവും ചോദ്യം ചെയ്യാൻ തുടങ്ങി. A man of God couldn't stand among them. അവർക്ക് വേണ്ടി തൻ്റെ ചിലവ് പോലും സ്വന്തം കയ്യിൽ നിന്ന് നിവർത്തിച്ച് അവരുടെ നടുവിൽ താമസിച്ച് മുഴുവൻ സാക്രിഫൈസ് ചെയ്തിരുന്ന ദൈവ മനുഷ്യൻ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ. ചരിത്രത്തിൽ ഇതുപോലെ ഒരു ദൈവ മനുഷ്യൻ ഉണ്ടായിട്ടില്ല. ആ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം ഉള്ള അന്ധത. പക്ഷെ പറയുമ്പോൾ മുഴുവൻ ആത്മീയമാണ്. ഒരുപാട് ചോദ്യങ്ങളാ. വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യം, വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം, എന്തെല്ലാം ആത്മീയ കാര്യങ്ങളാ. ഇത് കേട്ടാൽ തോന്നും ഭയങ്കര ആത്മീയ കാര്യങ്ങൾ വലിയ താല്പര്യമാണ്. തലേ തുണിയിടുന്ന കാര്യം, സഭാ മീറ്റിങ്ങുകളുടെ കാര്യം. പക്ഷെങ്കിൽ പൗലോസിനവരെ കുറിച്ച് എന്താ പറയാ? നിങ്ങളെപ്പോഴും കൊച്ചു ശിശുക്കളാണ്, കാണൽ ജഡീകരാണല്ലോ. ശേഷം മനുഷ്യരെ പോലല്ലേ നിങ്ങൾ നടക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ഇത്രയും ഭിന്നപക്ഷങ്ങൾ, വേർതിരിവുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ നടുവിലുള്ളത്? ആത്മീയമായിട്ട് ക്രിസ്തുവിലെ മഹത്വത്തിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളോട് പറയാനേ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ നടുവിൽ യേശുവിനെ ക്രൂശിതനായിട്ടല്ല അതൊന്നും പറയാൻ കഴിയാതെ, അതിനപ്പുറത്തേക്കൊന്നും നിങ്ങൾക്ക് ദഹിക്കത്തില്ല. പക്ഷെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന മുഴുവൻ ആത്മീയമാണ്. സൂപ്പർ സ്പിരിച്വാലിറ്റി എന്നും പറഞ്ഞൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ബൈബിളിലെ വാക്യമല്ലേ ഇനി പറയുന്നത്. സൂപ്പർ സ്പിരിച്വാലിറ്റി എപ്പോഴും ആത്മീയ പറയത്തു, പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം, എപ്പോഴും എല്ലാം ഭയങ്കര ആത്മീയമാണ്. ആത്മീയത്തിൻ്റെ വലിയ പ്രദർശനങ്ങൾ, വലിയ പ്രകടനങ്ങൾ, ആത്മീയത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ. കാളിനോടടുക്കുമ്പം ഇറ്റ്സ് നോട്ട് ദേർ. വിവേകത്തിലില്ല, വിവേചനത്തിലില്ല, വിനയത്തിലില്ല, വിശുദ്ധിയിലില്ല, സൗമ്യതയിലില്ല, ശാന്തതയിലില്ല, ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിൽ അതിനെ അഭിമുഖീകരിക്കുന്ന പ്രായോഗികതയിലില്ല. എവിടെയൊന്നും വരുന്നില്ല. ഭയങ്കര സൂപ്പർ സ്പിരിച്വലാണ്. അവരോട് പറയുകയാണ്, വായിച്ചെന്താണ് അവരോട് പറയുന്നത്? നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. നിങ്ങളെ തന്നെ പരിശോധിച്ചറിയണം എന്താ പറ്റിയതെന്ന്. One thing is sure, I know you started well. ഞാൻ നിങ്ങളുടെ നടുവിലായിരുന്നു, നിങ്ങൾ നന്നായി ആരംഭിച്ചു. ഇന്നോ വേർ ആർ യു ആഫ്റ്റർ ദീസ് ഇയേഴ്സ്? ഈ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴെവിടാ? നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് ഒന്ന് പരിശോധിക്കുകയും. ഓക്കെ, അതാവശ്യമാണെന്ന് തോന്നുന്നു. പലരെ സമയത്തോളം കൂട്ടം കൂടി പാട്ടുപാടി പ്രാർത്ഥിച്ച് പതിവും പരിപാടികളുമായിട്ടങ്ങ് പോകുമ്പോൾ, ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാനങ്ങൾ മാറിപ്പോകുന്ന പലരും അറിയുന്നില്ല. ചില ആവേശ പ്രകടനങ്ങളും ചില കാര്യങ്ങളും ആത്മീയതയുടെ ചില പ്രദർശനങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ they don't know, they're not being built up in the faith. വിശ്വാസത്തിൽ അവർ കെട്ടിപ്പടുക്കപ്പെടുന്നില്ല. Amen. You cannot have the right structure out of the wrong foundation.
തെറ്റായ അടിസ്ഥാനത്തിൽ നിന്നും ശരിയായ കെട്ടുപണി സാധ്യമല്ല. False faith only brings tears. തെറ്റായ വിശ്വാസം, വ്യാജ വിശ്വാസം കള മാത്രമേ കൊണ്ടുവരുള്ളൂ. Only right faith will bring right life. ശരിയായ വിശ്വാസം മാത്രമേ ശരിയായ ഫലം കൊണ്ടുവരാനായിട്ട് കഴിയൂ. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ തന്നെയാണ്, അതിൻ്റെ 11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ നമുക്കറിയാം, കർത്താവ് ഉയരങ്ങളിലേക്ക് പോയി തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയിൽ കൂടി എല്ലാവർക്കും കർത്താവ് കൃപ പകർന്നിരിക്കുന്നുവെന്നാണ് നാം അവിടെ ആദ്യം വായിക്കുന്നത്. എല്ലാവർക്കും കർത്താവ് ഗ്രേസ് നൽകിയിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയും ഒന്ന് പഴിച്ചു പോയാൽ മതി, എങ്ങനെയും ഒന്ന് നടത്തി കിട്ടിയാൽ മതി, എങ്ങനെയും ഇത് എവിടെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്ന് പോയൊരു ഉദ്ദേശമല്ല പറയുന്നത്. ഇഫ് യു ഹാവ് എൻ ഇയർ, ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾക്ക് ചെവിയുണ്ടെങ്കിൽ എന്നെ വിളിച്ച ഈ ദൈവകൃപയിൽ ഈ വിളിയിൽ അങ്ങയോളം കർത്താവിനെ എതിരേൽക്കണം. ലൈഫ് ഹാസ് ടു എൻഡ് ഇൻ എ ക്ലൈമാക്സ്. ആ ഉച്ചകോടിയിൽ കർത്താവിൻ്റെ വിളിയിൽ എനിക്ക് അവനോടൊപ്പം ആയിരിക്കണം. ആ കോളുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഗ്രേസ് നൽകപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല, എന്തെല്ലാമാണ് ദൈവം നൽകിയിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകിയിരിക്കുക മാത്രമല്ല, ദൈവസഭയ്ക്ക് അപ്പോസ്തലന്മാരെ നൽകിയിരിക്കുന്നു, പ്രവാചകരെ നൽകിയിരിക്കുന്നു, ഉപദേഷ്ടാക്കളെ നൽകിയിരിക്കുന്നു, സുവിശേഷകരെ നൽകിയിരിക്കുന്നു, ഇടയന്മാരെ നൽകിയിരിക്കുന്നു. This is the gift of God. ദൈവം ഇതെല്ലാം നൽകിയിരിക്കുന്നു. എന്തിനാ? വായിക്കാം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. അതൊരു ഫോരാ ട്രാൻസ്ലേഷൻ. എന്താ നമ്മൾ എന്ത് വേണം അവിടെ നമ്മൾ വായിക്കുന്നത്? അത് ദാറ്റ് ഫോർ ദി എക്വിപ്പിംഗ് ഓഫ് ദ സെയിൻസ് ഓഫ് ദ വർക്ക് ഓഫ് സർവീസ്. ശുശ്രൂഷകൾക്കായിട്ട് വിശുദ്ധന്മാരെ സജ്ജമാക്കുക. ഇതാണ് ഈ ശുശ്രൂഷകൾ, ഈ 5 ശുശ്രൂഷകൾ വഴി ലക്ഷ്യമാക്കുന്നത്. ഗോഡ്സ് പീപ്പിൾ ഷുഡ് ബി എക്വിപ്ഡ് ടു സെർവ്. സേവിക്കുവാൻ ദൈവത്തിൻ്റെ ജനം സജ്ജരാകണം. 15 വർഷം വന്ന് കസേരയിരുന്നേച്ച് പൊടുതികെട്ടി പോകാനായിട്ടല്ല ദൈവം അപ്പോസ്തലന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും സഭയ്ക്ക് നൽകിയത്. Everyone rise up to serve. എല്ലാവരും എഴുന്നേറ്റ് സേവിക്കണം, ശുശ്രൂഷിക്കണം. പിന്നെ to the building up of the body of Christ. ക്രിസ്തുവിൻ്റെ ശരീരം കെട്ടിപ്പടുക്കണം. പിന്നെ നമ്മളെല്ലാവരും എവിടം വരെ ഇത് പോകണം? We all attain to the unity of faith. വിശ്വാസത്തിൻ്റെ ഐക്യത പ്രാപിക്കവരെ. പിരിഞ്ഞിരിക്കുന്ന, ചിതറിയിരിക്കുന്ന ഒത്തിരി വിശ്വാസങ്ങളുണ്ടല്ലോ. എൻ്റെ വിശ്വാസം, നിൻ്റെ വിശ്വാസം, അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും. ഇങ്ങനെ ചറുവറ വിശ്വാസം നടുക്ക് വിളിക്കപ്പെട്ടവരെ സംബന്ധിച്ചോളം that one faith, ആ ഒരു വിശ്വാസത്തിലേക്ക് നാം എല്ലാവരും ചേർന്ന് വരണം. I understand the same thing. ഈ വചനം എനിക്ക് ഒരേ നിലയിൽ നമുക്ക് മനസ്സിലാകുന്നു. ഒരേ വിശ്വാസത്തിൻ്റെ ബോധം നമുക്കുണ്ടാകുന്നു, പരിജ്ഞാനമുണ്ടാകുന്നു. We attain to the unity of faith. വിശ്വാസത്തിൻ്റെ ഐക്യത. 2, knowledge of the Son of God. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടാണ് നാം വിശ്വാസത്തിലേക്ക് വരുന്നത്. എന്നാൽ വിശ്വാസത്തിൻ്റെ ഐക്യതയിലേക്ക്, ദാറ്റ് വൺ ഫെയ്ത്ത്, ആ ഒറ്റ വിശ്വാസത്തിലേക്ക് നാം ചേരുന്തോറും, അടുത്തു വരുന്തോറും, അത് തുറക്കപ്പെടും തോറും എന്താ സംഭവിക്കുന്നതിൻ്റെ ഫലം? നോളജ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രൻ്റെ പരിജ്ഞാനം. കർത്താവിനെ നാം അറിയുക, കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ എങ്ങും പോകത്തില്ല. ആരും നമ്മുടെ കാലെ ചെയിനിട്ട് അങ്ങനെ പോകരുത്, നാശമാടെ, ജീവിതം നശിക്കുമേ, പിശാച് നിന്നെ തട്ടിക്കൊണ്ടു പോകുമേ
ഇതൊന്നും കേട്ട് ജീവിക്കേണ്ട കാര്യമില്ല. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ drawn more and more. Where shall we go? ഞങ്ങൾ എവിടെ പോകും നിന്നെ വിട്ടിട്ട്? സോ അടുത്തത്, അത് കഴിഞ്ഞ് നാം കാണുന്ന എന്താണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. പിന്നെ നാം വായിക്കുന്നത് തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവോ പ്രാപിക്കുവോളം. the maturity, തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ the maturity, പക്വത. വിശ്വാസത്തോടെ വരുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞ്? സത്യവിശ്വാസം അവിടെ കെട്ടിപ്പടുക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം, മെച്യൂരിറ്റി, പക്വത. പിന്നെ ആ പക്വത എവിടം വരെ പോവും? തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാൻഹുഡ്. വർത്താനം പറയാൻ അറിയാം, മൗനമായിരിക്കാൻ അറിയാം, പറയേണ്ടിടത്ത് പറയേണ്ടതറിയാൻ അറിയാം, ജീവിതത്തിൽ എല്ലാ കാര്യം സംബന്ധിച്ചുള്ള വിവേകമുണ്ടായിരിക്കാൻ കഴിയും, മറ്റുള്ളവർ അടുത്തു വന്ന് പരിജ്ഞാനം പ്രാപിപ്പാൻ അറിയാം. God can change you more and more. എവിടം വരെ? Mature manhood, തികഞ്ഞ പുരുഷത്വം. എങ്ങനെ? After the fullness of Christ. ക്രിസ്തുവിൻ്റെ പൂർണ്ണ അളവിനൊത്തവണ്ണമുള്ള തികഞ്ഞ മാനവികത. എല്ലാവരും അവിടെ വെച്ചങ്ങ് വിട്ടേക്കുക. അത്രയൊന്നും വേണ്ട, അത്രയൊന്നും പറയരുത്, അത്രയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ക്രിസ്ത്യതയെക്കുറിച്ച് അവിടെ വരെ ഞാൻ ചിന്തിക്കുന്നില്ല. ദിസ് ഇസ് നോട്ട് ഫോർ യു. ഈ വിളിയേ നിങ്ങൾക്കുള്ളതല്ല. പകുതി ഓടിത്തീരാൻ ആരെയും വിളിച്ചിട്ടില്ല. ജഡീകനായിട്ട് അവസാനിക്കാൻ ആരെയും വിളിച്ചിട്ടില്ല. കൈകൊട്ടി പാട്ടുപാടി ഇടയ്ക്ക് വെച്ച് അവസാനിക്കാൻ ആരെയും വിളിച്ചിട്ടില്ല. ഒരു വിളി മാത്രമേ ഉള്ളൂ. പൗലോസ് മനസ്സിലാക്കി എന്താ പറഞ്ഞത്? ക്രിസ്തുവിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. അങ്ങനെ ഒരു വിളിയാണോ നിങ്ങൾക്ക് കിട്ടിയത്? മറ്റൊരാട് പ്രശ്നം തീർന്ന് എൻ്റെ ജീവിതം കളയാൻ എനിക്കില്ല, അവിടെ എവിടെയും കുടുങ്ങി എൻ്റെ ജീവിതം കളയാനില്ല, ഈ വില കുറഞ്ഞ കാര്യത്തിന് വേണ്ടി അതേ കയറി പിടിച്ച് എൻ്റെ ജീവിതം കളയാനായിട്ടില്ല. ഐ ഹാവ് വൺ ലൈഫ്, വൺ കോൾ. എനിക്കൊരു വിളിയുണ്ട്, എനിക്കൊരു ജീവിതമുണ്ട്. അതിവിശുദ്ധ വിശ്വാസം നൽകപ്പെട്ടിരുന്ന വിശ്വാസമേൽ എൻ്റെ ജീവിതം കെട്ടിപ്പടുക്കപ്പെടണം. ഈ കർത്താവിൻ്റെ പിന്നാലെ എനിക്ക് പോകണം. ഈ മഹത്വമേറിയ വിളിക്കായി ദൈവത്തിൻ്റെ മഹത്വം ചെവിയുള്ളവൻ കേൾക്കുമാറാകട്ടെ.